എല്ലാവർക്കും നമസ്കാരം. മംഗലശ്ശേരി കിച്ചൺ ട്രഷറിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാനിപ്പോൾ ഇവിടെ ഉണ്ടാക്കിയിരിക്കുന്നത് നല്ല അടിപൊളി ഒരു സാമ്പാറാണ്. നല്ല വറുത്തരച്ച് വെച്ചിരിക്കുന്ന സാമ്പാറിൻ്റെ അതേ രുചിയിലുള്ളൊരു സാമ്പാറാണ് ഞാൻ ഉണ്ടാക്കിയിരിക്കുന്നത്. അത് ഞാനിപ്പോൾ എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് എന്നുള്ളത് നിങ്ങൾക്ക് കാണിച്ചു തരാം. അപ്പോൾ എന്തായിട്ടും നിങ്ങളെല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. എന്തായിട്ടും എല്ലാവർക്കും ഇഷ്ടപ്പെടും. ചോറിൻ്റെ കൂട്ടത്തിലും അതുപോലെ തന്നെ ഇഡ്ഡലിയോ ദോശയോ എന്തിൻ്റെ കൂട്ടത്തിലും കഴിക്കാൻ നല്ലതാണ്. ഞാനിപ്പോൾ അതിനായിട്ട് കുറച്ച് വെജിറ്റബിൾ എടുത്തിട്ടുണ്ട്. അതെന്തൊക്കെയാണെന്നുള്ളത് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. വെജിറ്റബിൾ ഇപ്പം ഞാൻ നന്നായിട്ട് കഴുകി വൃത്തിയാക്കി ഇവിടെ വെച്ചിട്ടുണ്ട്. ഒരു 3 ഉരുളക്കിഴങ്ങ്, 2 ക്യാരറ്റ്, 3 തക്കാളി, കുറച്ച് ബീൻസ്, 3 മുരിങ്ങക്കോല്, കുറച്ച് വെണ്ടയ്ക്ക. ഇത്ര സാധനങ്ങളാണ് ഞാൻ എടുത്തിരിക്കുന്നത്. ഓൾറെഡി ഞാൻ ഉരുളക്കിഴങ്ങിൻ്റെ തൊലി കളഞ്ഞ് വെച്ചിരിക്കുന്നതാണ്. ഇനി ക്യാരറ്റിൻ്റെയും കൂടെ കളഞ്ഞാൽ മതി. ഇനിയിപ്പോൾ നമുക്കിതെല്ലാം കൂടി ഒന്ന് ചെറിയ കഷ്ണങ്ങളായിട്ട് മുറിച്ചെടുക്കണം. അപ്പോൾ ഞാനതെങ്ങനെയാണ് മുറിച്ചിവിടെ വെച്ചിട്ടുണ്ട്. ക്യാരറ്റ് ഇതുപോലെ മുറിച്ചിട്ടുണ്ട്, ബീൻസ് അതുപോലെ തന്നെ ഉരുളക്കിഴങ്ങ്, പിന്നെ എന്നതാ നമ്മുടെ മുരിങ്ങക്കോലെല്ലാം കൂടെ ഞാനിവിടെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. വലിയ ഷേപ്പിലൊന്നുമല്ല കട്ട് ചെയ്തിരിക്കുന്നത്. പിന്നെ ഞാൻ തക്കാളി അതുപോലെ തന്നെ വെണ്ടയ്ക്ക് ഞാൻ വഴറ്റിയാണ് ചേർക്കുന്നത്. അത് ഞാൻ ഇതിൻ്റെ ഇടയ്ക്ക് കാണിച്ചു തരാം. പിന്നെ ഞാനിവിടെ എടുത്തേക്കുന്നത് തൂർ ദാലാണ്. അതൊരു 125 ഗ്രാം എടുത്തിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് നേർക്ക വെള്ളം ഒഴിച്ച് കൊടുക്കാം. ഇത് തലേദിവസം വെള്ളത്തിലിട്ട് കുതിർത്തതാണ് കേട്ടോ. പിന്നെ നമുക്കതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. പിന്നെ ഒരു 3-4 വെളുത്തുള്ളി ഇട്ട് കൊടുക്കാം. പിന്നെ കുറച്ച് ഉപ്പും കൂടെ. ഒറ്റ വിസിലടിച്ചാൽ മതി. അത് കഴിഞ്ഞിട്ട് പിന്നെ ഓഫ് ചെയ്തിട്ട് ഫുള്ളായിട്ട് എയർ അതിൻ്റെ പ്രഷറെല്ലാം പോയി കഴിയുമ്പോൾ നമുക്ക് തുറക്കാം കേട്ടോ. അപ്പോൾ നമുക്ക് കുക്കർ അടച്ചു കൊടുക്കാം. ഇനി നമുക്ക് സ്റ്റൗ ഓൺ ചെയ്ത് കൊടുക്കാം. ഇനിയിപ്പോൾ ഇതിവിടെ ഇരുന്ന് ആവട്ടെ കേട്ടോ. അപ്പോൾ ഞാൻ കഷ്ണങ്ങളൊക്കെ മുറിച്ച് ഞാനിവിടെ ഒരു പാനിലിട്ടിട്ടുണ്ട്. അതിലേക്ക് ഒരു 3-4 കഷ്ണം വെളുത്തുള്ളി ഇട്ട് കൊടുക്കാം. പിന്നെ വേണ്ടത് ഒരു 2-3 ചെറിയ കഷ്ണം ഇഞ്ചി, പിന്നെ ഒരു 3-4 പച്ചമുളക്. പിന്നെ വേണ്ട നമുക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചു കൊടുക്കണം. ഒരു നഗക്ക വെള്ളം ഒഴിച്ചു കൊടുത്താൽ മതി, ഒത്തിരി ഒഴിക്കണ്ട. പിന്നെ വേണമെങ്കിൽ നമുക്ക് ചേർത്താൽ മതി കേട്ടോ. ചൂടുവെള്ളം ചേർക്കാവുള്ളൂ, പച്ചവെള്ളം ചേർക്കരുത് ഇടയ്ക്ക് ചേർക്കുന്നുണ്ടെങ്കിൽ. അപ്പം ഞാൻ വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി ഒരു ടീസ്പൂണ് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. പിന്നെ ഇതുപോലെ ഒരു ചെറിയ കഷ്ണം 2 കായം എടുത്തിട്ടുണ്ട്. അതും കൂടെ നമുക്കിതിലേക്ക് ഇട്ട് കൊടുത്തൊന്ന് ഇളക്കി കൊടുക്കാം. പിന്നെ നമുക്ക് ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കണം കേട്ടോ. ഉപ്പൊക്കെ വേണമെങ്കിൽ പിന്നെ ചേർത്ത് കൊടുക്കാം. ഇനിയിപ്പോൾ നമുക്ക് ഈ കഷ്ണങ്ങളെല്ലാം കൂടി ഒന്ന് വേവിച്ചെടുക്കണം കേട്ടോ. ഫുൾ ഫ്ലെയിമിലിട്ടിട്ട് വേവിച്ചെടുത്താൽ മതി. ഒരു 3/4 വേവാകുമ്പോൾ നമുക്കിത് ഓഫ് ചെയ്യണം കേട്ടോ. ഇനിയിപ്പോൾ നമുക്ക് മൂടി വെച്ചത് സ്റ്റൗ ഓൺ ചെയ്ത് കൊടുക്കാം. ഇതിപ്പോൾ ഇവിടെ ഇരുന്നിട്ട് വേവട്ടെ കേട്ടോ. അപ്പോഴത്തേക്കും നമുക്ക് പൊടികളെല്ലാം കൂടി ഒന്ന് മൂപ്പിച്ചെടുക്കണം സാമ്പാറിനകത്ത് ചേർക്കാനുള്ളത്. അതിനായിട്ട് ഞാനിവിടെ ഒരു പാൻ വെച്ചിട്ടുണ്ട്. സ്റ്റൗ ഓൺ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. പാൻ ചൂടായി കഴിയുമ്പോൾ അതിലേക്ക് നമുക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണ എന്നാലും ഒത്തിരി വേണ്ടെങ്കിലും എന്നാലും നമുക്ക് ആ പൊടി മൂപ്പിച്ചെടുക്കാൻ പാകത്തിനുള്ള വെളിച്ചെണ്ണ വേണം. ആദ്യം നമുക്ക് കുറച്ച് ഒഴിച്ചു കൊടുക്കാം, പിന്നെ വേണമെങ്കിൽ ഇടയ്ക്ക് ചേർക്കാം. വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തത് ചൂടായിട്ടുണ്ട്. അതിലേക്ക് ഞാൻ ഒരു ടീസ്പൂണ് എരിവുള്ള മുളക് പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ 1 ടീസ്പൂണ് മല്ലിപ്പൊടി വേണം. നിങ്ങൾ ഉണ്ടാക്കുന്നതിൻ്റെ ക്വാണ്ടിറ്റി അനുസരിച്ച് ഇതൊക്കെ ചേർക്കാവുള്ളൂ കേട്ടോ. പിന്നെ വേണ്ടത് നമുക്ക് സാമ്പാർ പൊടിയാണ്. ഞാനപ്പോൾ ഉപയോഗിക്കുന്നത് ഈസ്റ്റേണിൻ്റെ സാമ്പാർ പൊടിയാണ് കേട്ടോ. അപ്പോൾ ഇതൊരു 7 ടേബിൾ സ്പൂണ് ഇട്ട് കൊടുക്കണം. എൻ്റെ ഇപ്പം ഞാൻ എടുത്തിരിക്കുന്നത് സ്പൂൺ ഇച്ചിരി വലുതാണ്. അപ്പോൾ ഒരു 5 സ്പൂണേ ഞാൻ എടുത്തിട്ടുള്ളൂ. അപ്പോൾ നിങ്ങൾ ചേർക്കുമ്പോൾ ഒരു 7 ടേബിൾ സ്പൂൺ ഇട്ട് കൊടുക്കണം കേട്ടോ. അത് കഴിഞ്ഞിട്ട് ഇത് ചെറിയ തീയിലിട്ട് വേണം നമുക്കിത് മൂപ്പിച്ചെടുക്കാം കേട്ടോ. ഒത്തിരി തീയിലിട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പൊടികളെല്ലാം കരിഞ്ഞു പോകും. അപ്പോൾ നമുക്ക് ചെറിയ തീയിലിട്ടിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് ഒരു 5 മിനിറ്റ് മൂപ്പിച്ചാൽ മതി കേട്ടോ. അതിൽ കൂടുതൽ വേണ്ട. നമുക്കൊരു 5 മിനിറ്റ് ഇതൊന്ന് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കാം കേട്ടോ.
എണ്ണയൊക്കെ കുറവ് തോന്നുന്നുണ്ടെങ്കിൽ നമുക്ക് ഇടയ്ക്ക് ഒഴിച്ച് കൊടുക്കാം കേട്ടോ. അപ്പോൾ നമ്മുടെ പൊടികളെല്ലാം നന്നായിട്ട് മൂത്ത് വന്നിട്ടുണ്ട്. ഇടയ്ക്ക് ഞാൻ കുറച്ചുകൂടി എണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്കിത് ഓഫ് ചെയ്യാം. അപ്പോൾ നമ്മുടെ സാമ്പാറിൻ്റെ കഷ്ണം നന്നായിട്ട് തിളച്ച് എനിക്ക് തോന്നുന്നു ഏകദേശം ഒരു 1/4 വേവായിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്കിതൊന്ന് ഇളക്കി കൊടുക്കാം. അത് കഴിഞ്ഞിട്ട് നമുക്കിതൊന്ന് ഓഫ് ചെയ്ത് വെക്കാം കേട്ടോ. അപ്പോൾ നമ്മുടെ സാമ്പാറിൻ്റെ കഷ്ണം ഞാനിവിടെ ഓഫ് ചെയ്തു. ഇനിയിപ്പോൾ അതവിടെ ഇരിക്കട്ടെ. പിന്നെ ഞാനൊരു നെല്ലിക്ക വലുപ്പത്തിന്, ഒരു നാരങ്ങയുടെ വലുപ്പത്തിന് വാളംപുളി എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നമുക്കിതൊന്ന് കുതിർത്ത് വെക്കാം കേട്ടോ. നമുക്ക് ലാസ്റ്റ് എന്നിട്ട് നമുക്ക് പിഴിഞ്ഞ് സാമ്പാറിലേക്ക് ചേർക്കാനുള്ളതാണ്. അപ്പോൾ നമുക്ക് നേരത്തെ അത് ഒന്ന് കുതിർത്ത് വെക്കാം. പിന്നെ ഞാനിപ്പോൾ ഇവിടെ ഒരു പാൻ വെച്ചിട്ടുണ്ട്. നമുക്ക് സ്റ്റൗ ഓൺ ചെയ്ത് കൊടുക്കാം. ഇതെന്തിനാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വെണ്ടയ്ക്ക വഴറ്റിയെടുക്കാൻ വേണ്ടിയിട്ടാണ്. അതുപോലെ തന്നെ തക്കാളി. അപ്പോൾ ഞാൻ വെണ്ടയ്ക്ക ഇവിടെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇത് നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കാം. പിന്നെ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കണം. അതുപോലെ തന്നെ കുറച്ച് ഉപ്പും കൂടെ. എന്നിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം കേട്ടോ. നിങ്ങൾക്ക് വഴറ്റാതെ ചേർക്കണമെങ്കിൽ അവസാനം ഞാൻ പൊടികളെല്ലാം കൂടി ഇട്ടിട്ടൊന്ന് പരിപ്പ് ഇട്ടിട്ടൊന്ന് തിളപ്പിക്കും. ആ സമയത്ത് നിങ്ങൾക്ക് ഇത് വഴറ്റാതെ ചേർക്കണമെങ്കിൽ തക്കാളിയും വെണ്ടയ്ക്കയും കൂടി ഇട്ട് കൊടുക്കാം. വെണ്ടയ്ക്ക ഇങ്ങനെ ഇതുപോലെ തന്നെ വഴറ്റി ചേർക്കുകയാണെങ്കിൽ ഒത്തിരി അലിഞ്ഞു പോകത്തില്ല. അല്ലാതെ ചേർക്കുമ്പോൾ പെട്ടെന്ന് വെണ്ടയ്ക്ക അങ്ങ് വെന്തിട്ട് അങ്ങ് അലിഞ്ഞു പോകും കേട്ടോ. പിന്നെ ഭയങ്കര കൊഴുപ്പുമായിരിക്കും. പിന്നെ ഞാനിവിടെ എടുത്തേക്കുന്നത് 3-4 ചെറിയുള്ളി, ഒരു കുഞ്ഞ് കഷ്ണം ഇഞ്ചി, കുറച്ച് കറിവേപ്പില, ഒരു 4 വറ്റൽമുളക്. ഇത് കടുക് പൊട്ടിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ നമ്മുടെ വെണ്ടയ്ക്ക് നന്നായിട്ട് മൂത്തിട്ടുണ്ട്. നല്ല വഴഞ്ഞ് വന്നിട്ടുണ്ട്. ഇനി നമുക്കൊരു പാത്രത്തിലേക്ക് മാറ്റാം. ഈ ഒരു പരുവമായാൽ മതി കേട്ടോ. പിന്നെ ഇനി നമുക്ക് ബാക്കിയുള്ള തക്കാളിയും കൂടെ നമുക്കൊന്ന് വഴറ്റിയെടുക്കാം. അത് സെയിം ആയിട്ട് തന്നെ വെളിച്ചെണ്ണയും കുറച്ച് ഉപ്പും കൂടി ഇട്ടിട്ടൊന്ന് വഴറ്റിയെടുക്കാം കേട്ടോ. തക്കാളി ഒത്തിരി നമുക്ക് വഴറ്റണ്ട, അപ്പോൾ അത് ഒത്തിരി അലിഞ്ഞു പോകും. അപ്പോൾ ഞാൻ ഇച്ചിരി ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ കുറച്ച് വെളിച്ചെണ്ണയും കൂടെ ഒഴിച്ച് കൊടുക്കാം. ഇനിയിപ്പോൾ ഇതും കൂടെ നമുക്കൊന്ന് വഴറ്റിയെടുക്കാം കേട്ടോ. തക്കാളി പെട്ടെന്ന് വഴണ്ടി കിട്ടും. നമുക്ക് വെണ്ടയ്ക്ക വഴറ്റിയെടുക്കാൻ ഇച്ചിരി സമയമെടുക്കും. അപ്പോൾ നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഇതൊരു മീഡിയം സൈസാണ് കേട്ടോ. 3 എണ്ണം എടുത്തേക്കുന്നത്. ഒത്തിരി വലുതാണെങ്കിൽ 2 എണ്ണമൊക്കെ എടുത്താൽ മതി കേട്ടോ. ഇതിപ്പോൾ ഒത്തിരി പഴുത്തതൊന്നുമല്ല, അതുകൊണ്ട് അധികം പുളിയൊന്നുമില്ല കേട്ടോ. അപ്പോൾ നമ്മുടെ തക്കാളി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഓഫ് ചെയ്ത് വെക്കാം. അപ്പോൾ നമ്മുടെ കുക്കറിൽ പ്രഷറൊക്കെ പോയിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് പരിപ്പ് നമ്മുടെ സാമ്പാറിൻ്റെ കഷ്ണങ്ങൾ വേവിച്ചതിനകത്തേക്ക് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ നന്നായിട്ട് പരിപ്പൊക്കെ വെന്തിട്ടുണ്ട് കേട്ടോ. അതുപോലെ തന്നെ വെളുത്തുള്ളിയൊക്കെ നന്നായിട്ട് വെന്തിട്ടുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ നമുക്കിത് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഞാൻ വേറെ വെള്ളമൊന്നും ചേർത്തിട്ടില്ല. സാമ്പാർ വേവിച്ച ആ വെള്ളം മാത്രമേ ഉള്ളൂ കേട്ടോ. അപ്പോൾ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഇനിയിപ്പോൾ നമ്മുടെ പൊടിയെല്ലാം കൂടെ നമ്മളിവിടെ മൂപ്പിച്ച് വെച്ചിരിക്കുന്നതും കൂടെ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ. കുടഞ്ഞിട്ടതാണ്, അപ്പോൾ ചാടുന്നില്ല. അപ്പോൾ നമുക്കിനി അതൊന്ന് ഒരു തവിയും കൊണ്ട് കോരിയിട്ട് കൊടുക്കാം കേട്ടോ. അപ്പോൾ ബാക്കിയുള്ളത് നമ്മുടെ ഈ വെള്ളം തന്നെ ഒഴിച്ചൊന്ന് നന്നായിട്ടൊന്ന് ഇളക്കി ഇതിലേക്ക് ഒഴിച്ചു കൊടുത്താൽ മതി കേട്ടോ. സാമ്പാർ വേവിച്ച വെള്ളം തന്നെയാണ് അത്. ഇനിയിപ്പോൾ നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കണം. അല്ലെങ്കിൽ അതെല്ലാം കൂടെ കട്ടയായിട്ട് അതിൽ ഉണ്ടാവും. അതുകൊണ്ട് നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. ഇപ്പോൾ തന്നെ സാമ്പാറിൻ്റെ കളറ് മാറിയില്ലേ? നല്ലൊരു കളറായില്ല. നമ്മൾ തേങ്ങ വറുത്തരച്ച് വെക്കുന്ന അതേ ഒരു കളറ് വന്നില്ലേ? ഇപ്പോൾ നന്നായിട്ടൊന്ന് തിളപ്പിക്കണം കേട്ടോ. ഞാനത് സ്റ്റൗ ഓൺ ചെയ്ത് കാണിക്കാൻ കിട്ടിയില്ല. അപ്പോൾ ഇതിപ്പോൾ ഞാൻ അത് മൂടി വെച്ചിട്ട് തിളച്ച് വരുന്നുണ്ട്. ഇനിയിപ്പോൾ ആ സമയമാകുമ്പോൾ നമുക്ക് ഇതിലേക്ക് വെണ്ടയ്ക്ക ഇട്ട് കൊടുക്കാം. ഈ സമയമാകുമ്പോൾ നിങ്ങൾ വെണ്ടയ്ക്ക വഴറ്റാത്ത വെണ്ടയ്ക്കാണെങ്കിൽ ഈ ടൈമിൽ ഇട്ട് കൊടുത്താൽ മതി കേട്ടോ. ഇനിയിപ്പോൾ നമുക്ക് തക്കാളിയും കൂടെ ഇതിലേക്ക് വഴറ്റിയത് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം.
ഫുള്ള് തീയിലാണ് ഞാൻ ഇട്ടിരിക്കുന്നത് കേട്ടോ. അപ്പോൾ നമ്മുടെ പുളി പിഴിഞ്ഞ് വെച്ചേക്കുന്ന വെള്ളം കൂടെ നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. വെള്ളം ഇച്ചിരി നീട്ടിയെടുത്തതേ ഉള്ളൂ കേട്ടോ. എടുത്ത പുളി തന്നെ ഉള്ളൂ. നിങ്ങൾക്ക് ചാറൊക്കെ കുറവ് തോന്നുന്നുണ്ടെങ്കിൽ പുളി പിഴിയുന്ന കൂട്ടത്തിൽ ഇരിച്ചിട്ട് വെള്ളം അധികം ചേർത്തങ്ങ് ഒഴിച്ചാൽ മതി കേട്ടോ. ഇനിയിപ്പോൾ നമുക്ക് നന്നായിട്ട് ഇളക്കി കൊടുക്കാം. ഇനിയിപ്പോൾ ഇത് ഇവിടെ ഇരുന്ന് നന്നായിട്ട് തിളക്കട്ടെ. ഇതിനിടയ്ക്ക് ഉപ്പൊക്കെ നോക്കിയിട്ട് ആവശ്യത്തിന് ചേർത്ത് കൊടുക്കണം. കായത്തിൻ്റെ കുറവൊക്കെ ഉണ്ടെന്ന് നോക്കണം കേട്ടോ. അപ്പോൾ ഞാൻ നോക്കിയപ്പോൾ ഇച്ചിരി കായപ്പൊടിയുടെ കുറവുണ്ട്. അതിനിപ്പോൾ നമുക്ക് ഓഫ് ചെയ്ത് കഴിയുമ്പോൾ കുറച്ച് കായത്തിൻ്റെ പൊടിയും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഉപ്പൊക്കെ പാകത്തിനാണ്. അപ്പോൾ നമ്മുടെ സാമ്പാർ നല്ല അടിപൊളിയായിട്ട് തിളച്ച് വരുന്നുണ്ട്. എല്ലാം നല്ല കഷ്ണങ്ങളൊക്കെ നല്ല പാകത്തിന് വേവായിട്ടുണ്ട് കേട്ടോ. ഒത്തിരി നേരം തിളപ്പിക്കേണ്ട, കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് കഷ്ണങ്ങളെല്ലാം കൂടെ വെന്തങ്ങ് ഉടഞ്ഞു പോകും. അപ്പോൾ നമുക്കിനി സാമ്പാർ ഓഫ് ചെയ്യാം കേട്ടോ. ഒന്നും കൂടി ഒന്ന് ഇളക്കി കൊടുത്തിട്ട് നമുക്ക് ഓഫ് ചെയ്യാം. അപ്പോൾ ഞാൻ സാമ്പാർ ഓഫ് ചെയ്തു. ഇനിയിപ്പോൾ നമുക്കിതിലേക്ക് ഒരു 1/4 ടീസ്പൂണ് കായത്തിൻ്റെ പൊടിയും കൂടി ചേർത്ത് കൊടുത്ത് നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം കേട്ടോ. നിങ്ങൾക്ക് ഇപ്പോൾ ചേർക്കണമെങ്കിൽ നമ്മൾ കടുക് പൊട്ടിക്കുന്ന സമയത്ത് അതിലേക്ക് ഇട്ട് കൊടുത്താലും മതി. പക്ഷെ അന്നേരം അതിനൊരു വേറൊരു ടേസ്റ്റ് പോലെ തോന്നും. അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ഇട്ട് കൊടുത്തത് കേട്ടോ. ഇപ്പം ഞാൻ കടുക് പൊട്ടിക്കാൻ വേണ്ടി ഒരു ചെറിയൊരു പാൻ വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് സ്റ്റൗ ഓൺ ചെയ്ത് കൊടുക്കാം. കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം. കടുക് പൊട്ടിക്കാനുള്ള എണ്ണ ഒഴിച്ചാൽ മതി, കുറച്ച് മതി കേട്ടോ. അപ്പം ഞാൻ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തു. ഇനിയിപ്പോൾ ഇതൊന്ന് ചൂടാവട്ടെ. ഏകദേശം ചൂടായി വരുന്നുണ്ട്. ഇനിയിപ്പോൾ നമുക്കിതിലേക്ക് കടുക് ഇട്ട് കൊടുക്കാം. തീയൊക്കെ കുറച്ച് വെച്ചിട്ട് വേണം ചെയ്യാൻ. കുറച്ച് കടുക് മതി കേട്ടോ. അപ്പോൾ കടുക് ഏകദേശം പൊട്ടി തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ കടുക് പൊട്ടി തീരാറാകുമ്പോൾ നമുക്കൊരു കുറച്ച് ഉലുവ ഇട്ട് കൊടുക്കണം. ഒരു 2-3 നുള്ള് പിഞ്ച് ഉലുവ ഇട്ട് കൊടുത്താൽ മതി കേട്ടോ. കുറേ ഇടരുത്, അപ്പം കഴിക്കും. നമ്മുടെ കടുക് പൊട്ടി തീരാറായിട്ടുണ്ട്. അപ്പം ഞാൻ ഉലുവ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതൊന്ന് നന്നായിട്ടൊരു ബ്രൗൺ കളർ ആകുമ്പോഴത്തേക്ക് നമുക്ക് ചെറിയുള്ളി അരിഞ്ഞത് ഇട്ട് കൊടുക്കാം. അപ്പോൾ നമ്മുടെ ഉലുവ നല്ലൊരു ബ്രൗൺ കളറായിട്ടുണ്ട്. കടുകും പൊട്ടി കഴിഞ്ഞിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്കിതിലേക്ക് അരിഞ്ഞ് വെച്ചിരിക്കുന്ന ചെറിയുള്ളി ഇട്ട് കൊടുക്കാം. ചെറിയുള്ളി ഒന്ന് കുറച്ച് മൂത്ത് വരുമ്പോഴത്തേക്ക് നമുക്കതിലേക്ക് ഒരു കുഞ്ഞു കഷ്ണം ഇഞ്ചി ഞാനിവിടെ അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. അതും കൂടെ നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കണം. ഇഞ്ചിയും കൂടെ അരിഞ്ഞത് ഇതിൽ ചേർക്കുമ്പോൾ വേറെ നല്ലൊരു ടേസ്റ്റാണ് കേട്ടോ സാമ്പാറിന്. ഞാനിതുണ്ടോ ഒരു കുഞ്ഞു കഷ്ണം ഇഞ്ചിയാണ് കേട്ടോ. അതും കൂടെ നമുക്കിതിലേക്ക് കുഞ്ഞാക്കി അരിഞ്ഞതാണ്. അതും കൂടെ നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഏകദേശം നല്ല മൂത്തിട്ടുണ്ട്. ഇനി നമുക്ക് കുറച്ച് വറ്റൽമുളക് ചേർത്ത് കൊടുക്കാം. അതും കൂടി ഒന്ന് മൂത്ത് വരട്ടെ. അപ്പോൾ ഉള്ളിയുടെയൊക്കെ കളറ് മാറി ഒരു ബ്രൗൺ കളറായിട്ടുണ്ട്. ഇനിയിപ്പോൾ കുറച്ച് കറിവേപ്പിലയും കൂടെ നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കണം. കറിവേപ്പിലയുടെ ഒരു വെള്ളത്തിൻ്റെ അതൊക്കെ പോകുന്നോടം വരെ ഒന്ന് ഇളക്കി കൊടുത്താൽ മതി കേട്ടോ. ഒത്തിരി നേരം ഇളക്കി അത് കരിഞ്ഞു പോകണ്ട. അപ്പോൾ വെള്ളത്തിൻ്റെ അംശമൊക്കെ പോയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ കറിവേപ്പിലയും ഉള്ളിയും വറ്റൽമുളകും എല്ലാം റെഡി ആയിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്യാം. നമുക്ക് സാമ്പാറിലേക്ക് ഒഴിച്ചു കൊടുക്കാം കേട്ടോ. ഇനിയിപ്പോൾ നമുക്കിതിപ്പോൾ ഇളക്കണ്ട, നമുക്ക് മൂടി വെക്കാം. ഒരു 5-10 മിനിറ്റ് കഴിഞ്ഞിട്ട് നമുക്ക് ഇളക്കി കൊടുത്താൽ മതി കേട്ടോ. ഇപ്പോൾ ഏകദേശം ഒരു 10 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്കൊന്ന് തുറന്ന് നോക്കാം. നമ്മുടെ സാമ്പാർ റെഡി ആയിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്കിതൊന്ന് ഇളക്കി കൊടുക്കാം കേട്ടോ. നല്ല അടിപൊളി സാമ്പാർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. കണ്ടില്ല, നല്ല കളറൊക്കെ അല്ലേ. വേറെ വെള്ളമൊന്നും ചേർത്തിട്ടില്ല. നല്ല പാകത്തിനായിട്ടുണ്ട് വെള്ളമല്ല. ഇനിയിപ്പോൾ ഇച്ചിരി കൂടെ കുറുകും കേട്ടോ ഇത്. നിങ്ങൾക്ക് ഇച്ചിരി കൂടെ കൊഴുപ്പ് നന്നായിട്ട് വേണമെങ്കിൽ ഇച്ചിരി കൂടെ വെള്ളം കുറച്ച് ചേർത്താൽ മതി കേട്ടോ. അപ്പോൾ നമ്മുടെ അടിപൊളി സാമ്പാർ, ഞാനിപ്പോൾ ഇച്ചിരി ചോറ് എടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്കിന്ന് ഉച്ചയ്ക്ക് നല്ല ചോറും സാമ്പാറും കൂട്ടി ചോറുണ്ണാം. കണ്ടില്ലേ, കാണുമ്പോൾ തന്നെ നമുക്ക് കൊതി വരുന്നില്ലേ. നല്ല അടിപൊളി സാമ്പാർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല വറുത്തരച്ച അതേ സാമ്പാറിൻ്റെ ടേസ്റ്റാണ്. നിങ്ങൾ എന്തായിട്ട് ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. ഒരു പ്രാവശ്യം എങ്കിലും ട്രൈ ചെയ്ത് നോക്കേ. എന്നിട്ട് നിങ്ങൾ കമൻറ്റ് ഇടണം കേട്ടോ, നന്നായിട്ടുണ്ടെങ്കിൽ. അപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും ഈ സാമ്പാർ
ഞാൻ ഉണ്ടാക്കിയത് നിങ്ങൾ ഉണ്ടാക്കി നോക്കിയിട്ട് ഇഷ്ടപ്പെടുവാണെങ്കിൽ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. അതുപോലെ തന്നെ ലൈക്ക് ചെയ്യുക, എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്യുക. താങ്ക്